ഒരു വിക്ടിം സപ്പോർട്ടിന് പോയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടിയെ, സെക്ഷലി അസാൾട്ടഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ പോയ കഥ. അപ്പം 20 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടിയുടെ ഫ്രണ്ടാണ് അവളെ റേപ്പ് ചെയ്തത്, അതും സെയിം ഏജിലുള്ള ഒരു ഫ്രണ്ട്. എപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരന്റ് ശരിയായ രീതിയിൽ കുട്ടികളോട് സെക്സിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ ബോഡി പാർട്സിനെ പറ്റിയും അവരുടെ ബൗണ്ടറിനെ പറ്റിയും അവരുടെ ലിമിറ്റേഷൻസിനെ പറ്റിയും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എവിടെയാണ് യെസ്, എന്താണ് നോ എന്ന് പറഞ്ഞു തുടങ്ങേണ്ടത്? എനിക്ക് തോന്നുന്നത് വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ അത് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. എന്റെ മോന് 4.5 വയസ്സാണ്. 3.5 വയസ്സാകുമ്പോൾ മുതൽ അവന് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്, ദിസ് ഈസ് മൈ ബോഡി, ദിസ് ബോഡി ബിലോങ്സ് ടു മീ, നോബഡി ക്യാൻ ടച്ച് മീ എന്നും പറഞ്ഞിട്ട്. ഈ പാട്ട് പാടുന്ന സമയത്ത് ഞങ്ങൾ അവന്റെ ബോഡി പാർട്സിനെ പറ്റി പറയും, അവൻ എന്തൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടച്ച് ചെയ്യാൻ പറ്റില്ല, എന്താണ് അവന് ബിലോങ് ആയിട്ടുള്ളത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നാട്ടിൽ പോയ സമയത്താണ് ശരിക്കും അവൻ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അവന്റെ ബൗണ്ടറീസിനെ അവൻ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേർട്ടായ സംഭവം കൂടെയാണ്. കാരണം അച്ഛമ്മയാണ്, അമ്മമ്മയാണ്, ഇവരൊക്കെയാണ് ഉമ്മ ചോദിച്ച ആൾക്കാർ. ഇവർക്ക് പോലും കൊടുക്കാൻ അവൻ വില്ലിങ് ആയിരുന്നില്ല. കാരണം അവനത് കൊടുക്കാൻ തോന്നുന്നില്ല. അവന്റെ ബൗണ്ടറി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അമ്മമ്മയല്ലേ അച്ഛമ്മയല്ലേ നീ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർബന്ധിക്കാനും പോയില്ല. കാരണം അവനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മൾ ആ ബൗണ്ടറി ഒക്കെ അല്ല, നീ അത് എക്സ്പാൻഡ് ചെയ്തിരിക്കണം എന്ന് നമ്മൾ കമ്പല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുക ചെയ്യുക, എന്താണ് ഞാൻ ശരിയായിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ടാണോ, ഈ ആൾ ഓക്കെ ആണോ മറ്റേ ആൾ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, കുട്ടികളോട് ആദ്യം മുതൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ 1 arm ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയാം. ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിലും ഒക്കെ ഒരു കൈകലം പാലിച്ച് ഇരിക്കുക, സംസാരിക്കുക, കളിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതും അവരുടെ ബൗണ്ടറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ബൗണ്ടറിനെ സെറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? കാരണം എന്റെ ബോഡി ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ നിന്റെ ബോഡിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നിന്റെ സ്പേസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നമുക്കൊരു ബബിൾ ഉണ്ട്, ആ ബബിളിന്റെ ഉള്ളിൽ ഞാൻ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ നീ അവിടെ തന്നെ നിന്നോ. ഇങ്ങനെ ആകുമ്പോൾ വളർന്നു വലുതാവുന്ന കുട്ടികൾക്ക് അവർക്കൊരു മൂല്യബോധം ഉണ്ടാവും. അവർക്ക് മറ്റൊരാളോട് റെസ്പെക്ട് ചെയ്യാൻ ഉറപ്പായിട്ടും തോന്നും. അപ്പൊ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ബോഡിനെ പറ്റി അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. എപ്പോഴും 1 arm ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഫോളോ ചെയ്യണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യാം. നമുക്കും വേണം നമ്മുടെ സ്പേസ് ഒക്കെ അല്ലെ, നമുക്കും നമ്മുടെ ബൗണ്ടറി സെറ്റ് ആയിരിക്കണം. അപ്പൊ അവരോട് പറയും, മോനെ എനിക്കത് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആണ് കേട്ടോ, നീ ഒന്ന് കുറച്ച് മാറിയിരുന്നേ, മോനെ ഇതാണ് എന്റെ ബബിൾ ഇതാണ് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും എന്തായത് ഓക്കെ എന്ന ഒരു കുറച്ച് സമയം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക, നിങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാവുക.